സന്തോഷം. We are the gorgeous Naila Usha. Hi, hi Vaisha. Good. How are you? All good. So ഇന്ന് ഐഫയിൽ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? അതാണ് ഞാൻ ആദ്യം ചോദിക്കുന്നത്. To be very honest with you, ഞാൻ ആദ്യമായിട്ടാണ് ഐഫൽ അറ്റൻഡ് ചെയ്യുന്നത്. Okay. As you know, ഈ ഒരു city has hosted n number of award ceremonies like this. പക്ഷേ I had always kept this in mind that if I'm going there, I need to have a reason. പിന്നെ ഞാൻ കുറേ കാലം കാത്തിട്ട് വെച്ചിട്ട് റീസൺ ഒന്നും വേണ്ട, ഐ ജസ്റ്റ് ഗോ ദെയർ ആൻഡ് സീ വാട്ട് ഹാപ്പൻസ്. സോ ഐ എം ഹിയർ ടു ആക്ച്വലി സീ എ ലോട്ട് ഓഫ് ദെം. കാരണം എൻ്റെ കുറേ ഫ്രണ്ട്സ് നമ്മൾ എപ്പോഴും ദുബായിൽ വരുമ്പോൾ വിൽ ക്യാച്ച് അപ്പ് എന്ന് പറഞ്ഞിട്ട് കുറേ പേരെ ഞാൻ ഇതുവരെ മീറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ കുറച്ച് പേരെ ഞാൻ ഇന്നിപ്പോൾ ഇവിടുന്ന് മീറ്റ് ചെയ്യാൻ പോവാണ്. ആൻഡ് ടു സീ ഓൾ ഓഫ് ദെം വിന്നിങ് അവാർഡ്സ് ഫോർ സം ഓഫ് ദ ഫാന്റാസ്റ്റിക് വർക്ക് ദേ ഹാവ് ഡൺ ഇൻ മലയാളം. പിന്നെ സം പെർഫോമൻസസ്. സോ just like everybody. അപ്പോൾ ഐഫ ഉത്സവത്തിൽ ഇപ്രാവശ്യം ഒരു സ്പോൺസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈസൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പാണ്. അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആപ്പാണ്. നൈലയുടെ ലൈഫിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പറയുന്നത്? Like if I say, that would be my friendship. Okay. I have invested a lot of time and energy, a lot of my free time on my friends. So that is my biggest investment because എനിക്ക് കുറേ റിട്ടേൺസ് കിട്ടുന്നുണ്ട് അതിൽ നിന്ന്. Okay, thank you so much Naila. Thank you, nice meeting you. Thank you. ഇപ്പോൾ ഇരിക്കുന്ന റീസെന്റ് സെൻസേഷൻ ക്രഷ് എന്ത് ഒബ്ജക്റ്റ് വേണമെങ്കിലും പറയാം. സോ ഹൗ ആർ യു? I'm good. How are you? I'm good. ആൻഡ് ഇപ്പോൾ ഐഫാല് ആഫ്റ്റർ ഓൾ ദ പ്രേമലു റേജ് ഇപ്പോൾ ഐഫ വന്ന് ഇങ്ങനെ വരുമ്പോൾ എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്? Feeling good. ഇതിൻ്റെ ഫസ്റ്റ് ഐഫ അവാർഡ്സ് ആണ്. സോ ആൻഡ് ഓൾസോ ഇറ്റ്സ് എ ബിഗ് ഇവൻറ്റ് നൗ. അപ്പം ഐ എം റിയലി ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ഇറ്റ്. ആൻഡ് അപ്കമിങ് പ്രേമലു 2 കുറിച്ച് ഭയങ്കര ബസ്സായിട്ടുണ്ട്. സോ അതിനെപ്പറ്റി എന്തെങ്കിലും ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങിയോ? ഇല്ല, ഒന്നും ആയിട്ടില്ല. ആക്ച്വലി നമ്മുടെ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്നതേ ഉള്ളൂ. അപ്പം മേ ബി നെക്സ്റ്റ് ഇയർ വി ക്യാൻ എക്സ്പെക്ട് റിലീസും നെക്സ്റ്റ് ഇയർ. മേ ബി, മോസ്റ്റ്ലി എനിക്കറിയില്ല. ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യാം. ഞാൻ തിയേറ്ററിൽ പോയി ഞാൻ കണ്ടു. ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ എൻഡിവേഴ്സ്. ഇതാണ് നമ്മുടെ നെക്സ ഗ്രാൻഡ് വിറ്റാര. സോ ഇതിൽ വന്ന് വയർലെസ് ചാർജറാണ് ഉള്ളത്, വയർലെസ് ചാർജർ. സോ മമിതയുടെ ലൈഫിൽ ആരെങ്കിലും ഒരാൾ ഇങ്ങനെ വന്ന് ഒരു ഇൻസ്റ്റൻറ്റ് ബാറ്ററി റീബൂസ്റ്റ് മാതിരി ആരെങ്കിലും ഉണ്ടോ? മൈ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഒബ്വിയസ്ലി. ഞാൻ മോസ്റ്റ്ലി മൈ ഫാമിലി ആൻഡ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഞാൻ ഒന്ന് പെട്ടെന്ന് റീബൂട്ട് ആവാൻ അവരുടെ അടുത്താണ് പോവാറ്. ഓക്കെ. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ബ്ലാസ്റ്റ് നൈറ്റ്. താങ്ക് യു സോ മച്ച്. നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ സ്വന്തം ജയറാമേട്ടനാണ്. ജയറാമേട്ട, ഒത്തിരി സന്തോഷമുണ്ട് കാണാൻ കഴിയുന്നതിൽ. നമസ്കാരം. അബുദാബിയിൽ വെച്ചിട്ട് ഐഫ ആദ്യമായിട്ട് നടക്കുകയാണ്. അബുദാബിയിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ടായിരിക്കും. അബുദാബി എന്ന് പറയുമ്പോൾ മനസ്സിൽ ആദ്യം വരുന്ന ഒരു ഓർമ്മ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? 1984-85 കാലഘട്ടങ്ങളിൽ കലാഭവന്റെ മിമിക്രിക്ക് വേണ്ടി ആദ്യമായിട്ട് വന്നതാണ് ഓർമ്മ. അന്ന് ദുബായ് തൊട്ട് അബുദാബി വരെ വരുന്ന വഴി എന്ന് പറഞ്ഞാൽ ദുബായ് കഴിഞ്ഞാൽ ഷാർജ കഴിഞ്ഞാൽ ദുബായ് വരെ മണൽ മാത്രമാണ്. അത് കഴിഞ്ഞാൽ ദുബായ് കഴിഞ്ഞാൽ അബുദാബി വരയ്ക്കും 2 വെറും മണൽ കൂമ്പാരങ്ങളും അപ്പോൾ ക്രോസ് ചെയ്യുന്ന ഒട്ടകങ്ങളും മാത്രമായിരുന്നു. ഇന്ന് ദുബായ് സിറ്റി തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് അബുദാബി വരെ വന്നു. ജയറാമേട്ട, നമ്മളുടെ ഒരു സ്പോൺസറാണ് സിഗ്നേച്ചർ എന്ന് പറയുന്നത്. ജയറാമേട്ട ഒരു സിഗ്നേച്ചർ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്വന്തമായിട്ട് വിലയിരുത്തുന്ന ഒരു കാര്യം? ചിലപ്പോൾ എൻ്റെ ഡ്രസ്സിങ് ആയിരിക്കാം. ഈ ഐഫ അവാർഡിൽ എല്ലാവരും സൂട്ടും കോട്ടും ഇട്ട് വരുമ്പോൾ ഈ ഒരു മുണ്ട് കൊടുത്ത് ജുബയിട്ട് വരുന്ന ഏക വ്യക്തി ഞാനായിരിക്കും. അതായിരിക്കും എൻ്റെ സിഗ്നേച്ചർ. ഓക്കെ, ഇത് എപ്പോഴും ഈ ഒരു മുണ്ടിലും കുർത്തയിലും ഭയങ്കരമായിട്ട് ഇഷ്ടമാണോ ആ ഒരു വേഷത്തിൽ നടക്കാൻ? അങ്ങനെയില്ല, ഇത് നമ്മുടെ ഒരു പരമ്പരാഗത വേഷമല്ലേ, നമ്മുടെ ഒരു സംസ്കാരം ഇതിനകത്തുണ്ടല്ലോ. എന്ന് വെച്ചാൽ എല്ലാവരും മുണ്ട് കൊടുക്കണമെന്ന് ഞാൻ പറയാറില്ല. എനിക്കെന്തോ അതിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഇന്നപ്പോൾ PS2-നാണ് നോമിനേഷൻ എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ മലയാളി പ്രേക്ഷകരുടെ അടുത്ത് എന്തായിരിക്കും പറയുന്നത്? 2 നോമിനേഷൻ ഉണ്ട്, അതിലൊരുപാട് സന്തോഷമുണ്ട്. ഒന്ന് തമിഴിലും ഉണ്ട്, ഇന്ന് തെലുങ്കിനും ഉണ്ട്. തമിഴിൽ PS1 അതിന് നോമിനേഷൻ ഉണ്ട്. തെലുങ്കിൽ രാവണാസുര എന്നുള്ള സിനിമയ്ക്കുണ്ട്. അറിയില്ല, എന്തായാലും ഇതിൻ്റെ ഒരു പാർട്ടായിട്ട് ഇവിടെ വന്ന് ഇരിക്കാൻ പറ്റുന്നതിന് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും ജയറാമേട്ട. താങ്ക് യു.